കുവൈത്തിൽ ദുരിതമനുഭവിക്കുന്ന ഇന്ത്യക്കാരായ ശുചീകരണ തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഉടൻ നൽകുമെന്ന് കുവൈത്ത് സാമൂഹ്യ തൊഴിൽ മന്ത്രി ഹിന്ദൽ സബീഹ്. കുവൈത്തിൽ പരിശീലനത്തിനും സർക്കാർ നടപടികളുടെ നല്ല നടത്തിപ്പിനുമായി ദേശീയ ലീഡർഷിപ്പ് സ്കൂൾ ഫ്രാൻസിന്റെ സഹകരണത്തോടെ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുവൈത്തിലെ ഫ്രഞ്ച് സ്ഥാനപതി ക്രിസ്റ്റ്യൻ നഗ്ലയുടെ വസതിയിൽ ഓർഡർ ഓഫ് ഗാർട്ടർ അവാർഡ് ദാന ചടങ്ങിൽ സംബന്ധിക്കവെയാണ് ശമ്പള കുടിശ്ശിക മൂലം ദുരിതമനുഭവിക്കുന്ന ഇന്ത്യക്കാരായ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചതായും അടച്ചുപൂട്ടിയ സ്വകാര്യ കമ്പനിയോട് തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക നൽകുന്നതിന് മന്ത്രി ഉത്തരവിട്ടത്. കൂടാതെ കുവൈത്തിലെ ഇന്ത്യൻ എംബസിയും തൊഴിൽ മന്ത്രാലയത്തിലെ നിയമവിഭാഗവും സഹകരിച്ച് തൊഴിലാളികളുടെ ശമ്പളം നൽകിയതായി ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ശുചീകരണ കരാറിൽ ഏർപ്പെട്ടുള്ള എല്ലാ സ്വകാര്യ കമ്പനികളോടും സർക്കാർ ഏജൻസികളോടും തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ലഭിച്ചത് ഉറപ്പുവരുത്തുന്നതിനും മന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യത്ത് തൊഴിൽ ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടതായി തൊഴിൽ മന്ത്രാലയം ഉറപ്പുവരുത്തുന്നതാണെന്നും രാജ്യത്തിന്റെ യശസ്സിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയും ആവർത്തിക്കുന്നതിന് ആരെയും അനുവദിക്കുകയില്ല. കൂടാതെ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ തൊഴിലാളികളുടെ മാസശമ്പളം കൃത്യമായി കമ്പനികൾ വിതരണം ചെയ്തതായി ഉറപ്പുവരുത്തുന്ന നടപടി മന്ത്രാലയം തുടരുമെന്നും മന്ത്രി പറഞ്ഞു. തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഇതുവരെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾക്കുള്ള ബഹുമതിയാണ് ഫ്രഞ്ച് പ്രസിഡന്റിൽ നിന്നും ലഭിക്കുന്നത്. തനിക്ക് ലഭിച്ച ബഹുമതി ബഹുമാന്യ അമീറിനും കിരീടാവാസിക്കും പ്രധാനമന്ത്രിക്കും രാജ്യ നിവാസികൾക്കുമായി സമർപ്പിക്കുന്നതായും അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ഹിന്ദൽ സബീഹ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ് കുവൈത്ത്.